അപ്പോൾ ചേട്ടാ നമസ്കാരം, എൻ്റെ പേര് എൻ്റെ പേര് ജോയി ചേട്ടൻ ജോസഫാണ്. ഇപ്പോൾ നമ്മൾ നല്ല മീനൊക്കെ കണ്ടു. പക്ഷേ ഈ മീനൊക്കെ കാണുന്നു, കാഴ്ചയൊക്കെ സുന്ദരം, പക്ഷേ ജീവിതം എങ്ങനെ? ഇവിടെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. മറ്റു കുഴപ്പമൊന്നും. നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് നമ്മുടെ ഉപജീവന മാർഗം മീൻപിടുത്തമാണ്. അത്യാവശ്യം നല്ല മീൻ കിട്ടുന്നുണ്ട്. കായലിൽ എല്ലാ മത്സ്യങ്ങളും കിട്ടും. വേറെ വലിയ കുത്തകകളൊന്നും വന്ന് പിടിക്കുന്നുമില്ല. ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടും. അത് നമ്മൾ കടലിൽ പോകണം. വലിയ മീൻ കിട്ടുമ്പോൾ കടലിൽ പോകണം. അല്ല, ഇവിടെ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ മീൻ പിടിക്കാൻ ഇറങ്ങി എത്ര രൂപയുടെ മീൻ കിട്ടും? അത് പറയാൻ പറ്റത്തില്ല. എന്നാലും ഏകദേശം ശരാശരി ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇന്ന് ചിലപ്പോൾ 1000 രൂപ കിട്ടും, ചിലപ്പോൾ നാളെ 100 രൂപ കിട്ടും. നാളെ 100 കിട്ടും, ഉറപ്പില്ല. അപ്പോൾ നിങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഈ ഐലൻഡിൽ? ഇപ്പം വലിയ പ്രശ്നങ്ങളില്ല. ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ആദ്യം കുടിവെള്ളത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു. പൈപ്പ് ലൈൻ. ഷിബു മന്ത്രിയുടെ സമയത്ത് ഞാൻ പോയതാണ് ഷിബുവിനെ കാണാനുണ്ട്. ഇവിടെ ഞങ്ങൾ പാലഞ്ചേരി പോയി. അന്ന് എന്തൊക്കെ പറഞ്ഞ് ഫണ്ടിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞു. ശരി, വേണ്ട, ഞങ്ങൾ ഇവിടെ വന്ന് ഒരേ 2 രൂപ പിരിവിട്ട് ഞങ്ങൾ പൈപ്പ് ലൈൻ ഇട്ട് ആ വെള്ളം ഇന്നും ഞങ്ങൾ കുടിക്കുന്നു. പക്ഷേ പിന്നെ വന്ന കൗൺസിലർ ഹണി CPM ആളായിരുന്നു. അതും ഇതല്ലായിരുന്നു. പക്ഷേ വിജയൻപിള്ള ഇവിടെ എന്ന് ജയിച്ച് അതിനുശേഷം ഇതുവരെ വെള്ളത്തിന് ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായിട്ടില്ല. വിജയൻപിള്ള പോയി, അത് കഴിഞ്ഞ് മോൻ വന്നപ്പോഴും കുടിവെള്ളത്തിന് പ്രശ്നത്തില്ല. അപ്പൊ ഇരു മുന്നണികളും അക്കാലത്തിൽ ഒരു അനാസ്ഥ കാണിച്ചു. എന്താ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? ഒറ്റ പ്രശ്നം നമുക്ക് പറയാൻ പറ്റും. മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് അവരുടെ പഞ്ഞമാസ സമ്പാദ്യ സമാശ്വാസ പദ്ധതി. അതിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം കഴിഞ്ഞ 4 വർഷക്കാലമായി കിട്ടുന്നില്ല. എന്നാൽ സംസ്ഥാനം 2 വർഷങ്ങൾക്ക് മുൻപ് വരെ കൊടുത്തിരുന്നു. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത കൊണ്ട് അത് കിട്ടുന്നില്ല. പക്ഷേ ഇത് ചോദിച്ചു വാങ്ങാൻ കേന്ദ്രത്തിൽ പോയിട്ടുള്ള 18 MP-മാർ, അതിൽ 10 MP-മാരും തീരദേശ മേഖലയിൽ നിന്നുള്ളവരാണ്. ഒരാൾ പോലും പാർലമെന്റിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ടല്ലോ. അത് വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയതായിരിക്കും. തീർച്ചയായിട്ടും അല്ലല്ലോ, ഉറപ്പായിട്ടും പാർലമെന്റിൽ നമുക്കറിയാലോ സാർ, എനിക്ക് പ്രേമചന്ദ്രൻ സാറിനെ കുറിച്ച് അറിയാം. ആരും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല. തിരിച്ച് മെയിനായിട്ട് നമ്മുടെ ഈ തുരുത്ത് നിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്ന് വെച്ചാൽ മാലിന്യ പ്രശ്നം ഭയങ്കര രൂക്ഷമാണ്. കാര്യം ഈ വേലിയേറ്റ സമയത്ത് ഇവർ കളയുന്ന മാലിന്യങ്ങളല്ല, വേറെ പല പ്രദേശങ്ങളിൽ നിന്ന് കളയുന്ന മാലിന്യങ്ങളല്ല ഇവിടേക്ക് കൂടി വന്ന് അടിഞ്ഞു കയറും. ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്തിറക്ക സമയത്ത് ഇത് ഇറങ്ങിപ്പോവും. പിന്നെ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് പൂർണ്ണമായിട്ട് നമുക്ക് സംരക്ഷണ ഭിത്തി കിട്ടാം. സംരക്ഷണ ഭിത്തി കിട്ടിയ റോഡുകളോ കിട്ടിക്കഴിഞ്ഞാൽ ഈ മാലിന്യം ഒന്ന് തടയുന്നത് നമുക്ക് നിർത്താം. മാത്രമല്ല ഈ 18 ഐലൻഡുകളെയും ചേർത്തുകൊണ്ടൊരു പാലം വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമസ്കാരം ചേച്ചി, എന്താ പേര്? എൻ്റെ പേര് ജൂലി. ആരൊക്കെയുണ്ട് വീട്ടില്? ഞാനാ അമ്മ. എനിക്ക് 6 മക്കളാ. 6 മക്കള്. 6 പേരിലും എല്ലാരും കല്യാണം കഴിച്ച് എല്ലാരും കല്യാണം കഴിച്ചു പോയോ? ഏറ്റവും ഇളയ മകന്റെ വീടാ. ഏറ്റവും ഇളയ മകന്റെ ഒപ്പം താമസം അല്ലേ? മകൻ എന്ത് ചെയ്യുന്നു? വിദേശത്താണ്. മോൻ വിദേശത്താ. അപ്പൊ ഈ വേലിയേറ്റം വരുന്ന സമയത്ത് ഇവിടുന്ന് പോവേണ്ടി വരുന്നില്ലേ വീട്ടിൽ നിന്ന്? ഇല്ല, വേണ്ട. ഇപ്പൊ വെള്ളം കയറുന്നില്ല. ഇതിനകത്തോട്ട് വെള്ളം കയറുന്നില്ല. ഇപ്പൊ ഇതിനകത്ത് വെള്ളം കയറുന്നില്ല. നല്ല കാഴ്ചയല്ലേ? രാവിലെ എഴുന്നേറ്റ് വരുമ്പോ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരും അല്ലേ? നല്ല കാഴ്ച. ആദ്യമായിട്ട് ഇതിന്റെ ചുറ്റും അടുക്കിയെന്ന് പറഞ്ഞത് 1987 ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് JM MLA മണ്ഡലത്തിന്റെ പരിധിയിലാണ്. മനസ്സിലായി. അപ്പം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, മൊത്തത്തിൽ ഇവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെയാ? ജീവിതത്തിനും കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും മുരിങ്ങ അടത്തോ എന്തെങ്കിലുമൊക്കെ പണി ആർക്കെങ്കിലും ചെയ്തൊക്കെ ഓരോ മക്കള് ജീവിക്കും. മക്കള് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ടോ? എനിക്ക് ആഹാരം തരും. എനിക്ക് മരുന്ന് മേടിക്കാൻ പെൻഷൻ ഇല്ലാത്തത് കൊണ്ട്, പെൻഷൻ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പെൻഷൻ മേടിച്ചാണ് എന്റെ മരുന്ന് വെടുപ്പ്. 1200 രൂപ പെൻഷൻ കിട്ടിയിരുന്നപ്പോ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പൊ പെൻഷൻ ഇല്ലല്ലോ. 7 മാസം കൊണ്ട് പെൻഷൻ ഇല്ല. 7 മാസത്തെ കൂടി 1 മാസത്തെ കിട്ടിയുള്ളൂ. കിട്ടിയത് ഒരു ദിവസം മരുന്ന് മേടിച്ച ഒരു കടക്കാർക്ക് അന്നേരം തന്നെ മേടിച്ചോണ്ടൊന്ന് കുടിക്കുകയും ചെയ്യും. എനിക്ക് ഒരു 10,000-3000 രൂപയുടെ മരുന്ന് വേണം. ഉണ്ട്. എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷർ ഉണ്ട്, ഷുഗർ ഉണ്ട്. നല്ല ഫിഷ് ഫ്രൈ ഒക്കെ ഒരു കാലത്ത് കഴിച്ചു എണ്ണയില്. അതാണോ കൊളസ്ട്രോൾ വന്നത്? എണ്ണ ഇപ്പം ഞാൻ ഷുഗർ ഉള്ളത് ഉപയോഗിക്കരുത്, ഉപ്പും അധികം ഉപയോഗിക്കരുത്. അതൊന്നുമില്ല കേട്ടോ. അപ്പം അത് ഒഴിച്ചു നിർത്തിയ, പക്ഷെ ആരോഗ്യ പ്രശ്നമുണ്ട്, ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പം നമ്മള് ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വീട്. ഈ തോമസ് ഐലൻഡിന്റെ ഒരു അറ്റത്തുള്ള ഒരു വീടാണ്. പക്ഷെ വെള്ളം കയറുന്നില്ല എന്നുള്ളത്. അപ്പൊ പാട്ട് പാടുവോ? ഇല്ല, എനിക്ക് പാടാനൊന്നും അറിഞ്ഞു. പാട്ട് പാടാനൊന്നും പറ്റുന്നില്ല. ഈ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവില്ലയോ? എന്തായാലും ഈ മൊത്തത്തിൽ ഐലൻഡിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം എന്താ? ആർക്ക് അനുകൂലമാണ്? അതോ നല്ല കടുത്ത മത്സരമാണോ? അങ്ങനെ എനിക്ക് ഒരു അനുകൂലവും ഇല്ല, ഒരു മത്സരവും ഇല്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഈ പെൻഷൻ പൈസ കിട്ടുക, മെഡിക്കൽ ഷോപ്പിൽ കൊടുക്കാനുള്ള മരുന്നിനുള്ള പൈസ, അതാണ് മിനിമം. അത് തന്നെ. ഇപ്പം ചേച്ചി ഏറ്റവും കൂടുതൽ നന്നായിട്ട് കറി വയ്ക്കുന്നത് ഏത് മീനായിരുന്നു? എനിക്ക് കറിയൊന്നും വെക്കാൻ പറ്റത്തില്ല. നേരത്തെ ഒക്കെ എല്ലാ മീനും, കായലി മീനും കടമീനും ഒക്കെ ഞാൻ കറി. ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല, അദ്ദേഹത്തിന് എല്ലാ മീനും ഇഷ്ടമാണ്. ഏത് മീൻ കൊടുത്താലും കഴിക്കും. അത്ര സ്നേഹമുള്ള ദാമ്പത്യമായിരുന്നു അദ്ദേഹം. 34 ഇപ്പം
എത്ര വർഷമായി? 20 വർഷമായി മരിച്ചിട്ട്. 20 വർഷമായി. അപ്പൊ 20 വർഷമായിട്ട് ഒറ്റയ്ക്കാ അല്ലേ? അതിന്റെ ഒരു വിഷമമുണ്ട് അല്ലേ? അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഒരു നല്ല കാലമായിരുന്നു അല്ലേ? എനിക്ക് ചേച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലം അച്ഛനുള്ള ഒരു കാലമായിരുന്നു അല്ലേ? സിനിമയ്ക്ക് പോകുമായിരുന്നു ഒരുമിച്ച്? ഞാൻ ഒരുമിച്ച് പോയിട്ടുണ്ട്. എല്ലാ കാര്യവും ഒരുമിച്ചൊക്കെ ആയിരുന്നു. ഇവിടുന്ന് കടന്നാണ് അക്കരെ പോവുക. ഒരുമിച്ച് കൊണ്ടുപോകും. അവർ നല്ല മക്കളിപ്പോ കൊണ്ടുപോകുന്നില്ലേ? മക്കള് കൊണ്ടൊക്കെ പോയൊക്കെ ചെയ്യും. മക്കളെ പള്ളിയിലൊക്കെ കൊണ്ടുപോയൊക്കെ ചെയ്യും. പള്ളിയിലൊക്കെ കൊണ്ടുപോകും. അപ്പൊ മൊത്തത്തിൽ വേറെ ബുദ്ധിമുട്ടില്ല. പെൻഷൻ കിട്ടിയാൽ കുറച്ചുകൂടെ ഹാപ്പിയാണ് എന്നുള്ളതാണ്. അതാണ് ജൂലി ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് നമ്മളിപ്പോ പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഇത് തോമസ് ഐലൻഡ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര മനുഷ്യർ, എത്ര കഥകളാണ് ഓരോരുത്തർക്കും. അപ്പൊ ചേച്ചി ഞങ്ങളങ്ങോട്ട് പോവാം. അപ്പൊ രാവിലെ എന്തോ കാപ്പിക്ക് എന്തോ രാവിലെ ദോശയാണോ പുട്ടാണോ? ദോശയായിരുന്നു. ദോശയും പിന്നെ മീൻകറിയാണോ? ദോശയും മീൻകറിയും അതോ ചമ്മന്തിയോ? ഇല്ല, മുട്ടക്കറി. ദോശയും മുട്ടക്കറിയും കഴിച്ചു. അതിന്റെ ഒരു സന്തോഷമൊക്കെ മുഖത്ത് കാണാനുണ്ട്. ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേള കഴിഞ്ഞ നമ്മുടെ ചായയൊക്കെ തയ്യാറാവുന്നുണ്ട്. പക്ഷെ നമുക്കത് കുടിക്കാൻ സമയം കുറവാണ്. കാരണം ഇനി നമുക്ക് സാമ്പ്രാണിക്കുടിയിലൊന്ന് പോകണം. പ്രേക്ഷകർ കാണാനിരിക്കുന്ന കാഴ്ചകൾ സാമ്പ്രാണിക്കുടിയിലെയും ഒക്കെ കാഴ്ചകളാണ്. അവിടെ എങ്ങനെയുണ്ട് ഈ സ്ഥലം എന്നാണ് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കത് വിശദമായി തന്നെ ചർച്ച ചെയ്യണം. അത്